പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ തലമുറകളോടുള്ള ഒരു സന്ദേശമാണ് ഞാൻ കൈമാറുന്നത്. ഒരു ചെറിയ ഹെഡിങ് ആണ് ഞാൻ അതിൽ കൊടുക്കുന്നത്. തലമുറകളെ, നിങ്ങളുടെ പരാതികൾ എന്താണ്? മാതാപിതാക്കൾ നിങ്ങൾക്ക് അനുഗ്രഹമാണോ അതോ നിങ്ങൾക്ക് പ്രയാസമായി തോന്നുന്നു? എന്താണ് അതിൻ്റെ മറുപടി? തിരുവചന പ്രകാരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. കുഞ്ഞുങ്ങളുടെ പരാതികളാണ് അപ്പനും അമ്മയും നമ്മെ ശ്രദ്ധിക്കുന്നില്ല. വചനം പറയുന്നു, അപ്പനും അമ്മയെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല. സങ്കീർത്തനം 27:10. അപ്പനും അമ്മയെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പരാതിയാണോ? അപ്പനും അമ്മയെ സ്നേഹിക്കുന്നില്ലെന്ന് പരാതിയാണോ മക്കളെ, എന്നെ കേൾക്കുന്ന തലമുറകളെ? എന്നാൽ ഇന്ന് നമുക്ക് ധാരാളം കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്, ഒത്തിരി തലമുറകളെ മാതാപിതാക്കൾ തള്ളിക്കളയുന്നു, ഉപേക്ഷിച്ച് കളയുന്നു. എന്നാൽ അതേ സമയം തന്നെ എല്ലാ മാതാപിതാക്കന്മാരും അങ്ങനെ അല്ല. യേശു ഉള്ളതായ മാതാപിതാക്കന്മാർ, യേശുവിനെ അറിഞ്ഞ മാതാപിതാക്കന്മാർ ഒരിക്കലും തങ്ങളുടെ തലമുറകളെ തള്ളിക്കളയുന്നില്ല. തലമുറകളെ ദൈവത്തിന്റെ ദാനമായിട്ടാണ് ദൈവം ഈ ഭൂമിയിലെ മാതാപിതാക്കൾക്ക് തലമുറകളെ നൽകിയിരിക്കുന്നത്. വളർത്തി അവരെ സ്നേഹിച്ച് അവർക്കുള്ള കടപ്പാടുകൾ ചെയ്യുവാൻ. എന്നാൽ എന്നെ കേൾക്കുന്ന തലമുറകളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, യേശു പറഞ്ഞ ഒരൊറ്റ കാര്യം, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. അതായത് ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ കൈവിടാത്ത ഒരു യേശു നിന്നോട് കൂടെയുണ്ട്. ആ യേശു ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഒരിക്കൽ ഞാനൊരു ദൈവഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവർക്കായി പ്രാർത്ഥിച്ച അവസാന നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ ഇനി വിഷയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഒരാൺ തലമുറ ഒരു സഹോദരൻ ഞങ്ങൾക്കുണ്ട്. അവൻ എവിടെയാ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, അവൻ ഒരിടത്ത് ജോലിക്കായിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ രണ്ടുപേരാണ്. പക്ഷേ ആ സഹോദരനെ ഞങ്ങൾക്ക് ലഭിച്ചത് എൻ്റെ പിതാവിന് വഴിയിൽ നിന്നും ഏതോ ഒരു പിതാവ് ഉപേക്ഷിച്ചു പോയ ഒരു ആൺകുഞ്ഞ്. എൻ്റെ പിതാവ് അതുവഴി പോകുമ്പോൾ ഈ കുഞ്ഞിനെ കാണുകയും ആ മകനെ വഴിയിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്തിട്ട് വന്നു. വഴിയിൽ നിന്ന് കിട്ടിയ കുഞ്ഞിനെ എൻ്റെ പിതാവ് സ്വന്തം മകനെ പോലെ എടുത്തു വളർത്തി. ഇന്നും അവൻ ജോലിയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കൈ തള്ളിക്കളഞ്ഞപ്പോ സ്വർഗത്തിലെ കർത്താവിൻ്റെ കൈ ഇറങ്ങി വന്ന് ആ കുഞ്ഞിനെ ആ സമയം താങ്ങിയെടുത്ത് അടുത്ത ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും കയ്യിലേൽപ്പിച്ച് അവനെ സുരക്ഷിതമാക്കി. അതാണ് നമ്മുടെ സ്വർഗത്തിലെ പിതാവിൻ്റെ പ്രത്യേകത. ഈ ഭാഗം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, ഇതുപോലെ ഒരു ഞാങ്ങണപ്പെട്ടിക്കകത്ത് വെച്ച് ഒരു മോശ കുഞ്ഞിനെ സ്വന്തം മാതാപിതാക്കൾ, സഹോദരി മിരിയം നൈലെന്ന നദിയിലോട്ട് ഇട്ടിട്ട് മാറി നിന്ന് ഇവന്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഏത് സമയത്താണ് നദിയിൽ അവർ വലിച്ചെറിഞ്ഞത്, ആ നിമിഷം തന്നെ രക്ഷിക്കുവാൻ മറ്റൊരു കരം അവിടെ ഇറങ്ങി വന്നു. രാജകുമാരിയെയും തോഴിമാരെയും അടുത്ത കരം കൊണ്ടെടുത്ത് രക്ഷിച്ച് കൊട്ടാരത്തിൽ വേറൊരു മേഖലയിൽ വളർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് ഒരു കരം അവിടെ അയക്കുവാനിടയായി. അതിനർത്ഥം എന്താണ്? നീ ഒരു ഭാഗത്തു നിന്നും തള്ളപ്പെടുമ്പോൾ മറ്റൊരു ഭാഗത്ത് നീ പിന്നെ അവിടെ നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നില്ല. മറ്റൊരു ഭാഗത്ത് നീ ശൂന്യതയല്ല അനുഭവിക്കുന്നത്. ഒരു ഭാഗത്തുനിന്നും ഒരു കരത്തുനിന്നും നീ തള്ളപ്പെടുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഉയരത്തിലെ ദൈവത്തിന്റെ കരം തക്ക സമയത്ത് ഇറങ്ങി വന്ന് നിന്നെ വിടിവിപ്പാൻ സ്വർഗത്തിലെ കരം അവിടെ ഇറങ്ങി വരും.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ തള്ളപ്പെട്ടു എന്ന് തോന്നുന്നുവോ? ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നുവോ? സ്നേഹം നൽകാനുള്ളവർ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നുവോ? എന്നാൽ ആ തള്ളിക്കളയുന്ന നിമിഷം തന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ വേറൊരു കരം അവിടെ ഇറങ്ങി വരും. അത് ഉയരത്തിലെ സ്വർഗത്തിലെ അപ്പന്റെ കരമാണ്. തക്ക സമയത്ത് നീ ഒരു ഭാഗത്തു നിന്ന് തള്ളപ്പെടുമ്പോൾ മറുഭാഗത്തിൽ ഒരു വാതിൽ നിനക്ക് തുറന്നു വെച്ചേക്കുന്നു. ആ വാതിലിനകത്തേക്ക് നിന്നെ ഉയരത്തുന്ന ഒരു കരം നിന്നെ സംരക്ഷിക്കാൻ കയറ്റിവിടും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, തലമുറയോട് ഞാൻ പറയട്ടെ, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. വിടിവിക്കുന്ന കർത്താവിൻ്റെ കരം ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇറങ്ങി വന്ന് ആരെയോ തൊട്ട് ആശ്വസിപ്പിക്കുകയാണ്. എനിക്കാരുമില്ല എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ, നിന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് നീ ചിന്തിച്ചു ഭാരപ്പെടുന്നുവെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? നിന്നെ സ്നേഹിക്കുന്ന ഒരു കരം ഇറങ്ങി വരും. ആ വഴിയിൽ ഒരു അപ്പനും അമ്മയെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. ആ നിമിഷം തന്നെ വേറൊരപ്പനെ അമ്മയെ അവിടെ ദൈവം ആ കുഞ്ഞിന് വേണ്ടി കരുതി. മോശയുടെ അപ്പനും അമ്മയും സഹോദരിയും നൈൽ നദിയിൽ കൊണ്ട് ഉപേക്ഷിച്ച നിമിഷം തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതിന് മുന്നമേ മോശയെ രക്ഷിക്കാൻ വേറൊരു കരം ഇറങ്ങി വന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കോ അനാഥയായോ ആരും സഹായമില്ലാതെ സ്നേഹിക്കാനില്ലാതെ നീ ഒറ്റപ്പെട്ട ഒരു ജീവിതം, തള്ളപ്പെട്ട ഒരു മേഖലയിലായിരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നിന്നെ വിടിവിക്കാൻ ഒരു കരം ഇറങ്ങി വരും. നീ വിശ്വസിക്കുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്നെ കരുതുന്ന സ്വർഗത്തിലെ അപ്പൻ നിനക്കുണ്ട്. ആ സ്വർഗത്തിലെ അപ്പനെ മാത്രം നീ നോക്കുക. ആ അപ്പൻ നിനക്ക് ആവശ്യമായതെല്ലാം നിനക്കായി ചെയ്തു തരും. എന്നാൽ സ്വർഗത്തിലെ പിതാവ് നിന്നോട് പറയാനുള്ള ഒരു കാര്യം, കുഞ്ഞെ, നീ ഒന്ന് കേൾക്കാമോ? ജ്ഞാനത്തിനായി നീ പ്രാർത്ഥിക്കുക. ഉയരത്തിലെ അപ്പനോട് നിനക്ക് ജ്ഞാനത്തിനായി നീ പ്രാർത്ഥിക്കുക. ദൈവം നിനക്കൊരു കഴിവ് തന്നിട്ടുണ്ട്. നിന്റെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ അപ്പനോട് നീ പ്രാർത്ഥിക്കും. സദൃശവാക്യം 1:9 യാക്കോബ് 1:5 വാക്യത്തിൽ ഒരു തലമുറയായിരിക്കേണ്ടതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ബാക്കി ശേഷിക്കുന്ന കാര്യങ്ങൾ ദൈവകരങ്ങൾ നീ സമർപ്പിക്കുക. ഒന്ന്, നിനക്ക് ജ്ഞാനം കുറവാണോ? നീ ജ്ഞാനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിനക്കൊരു കഴിവ് ഏതൊരു തലമുറയ്ക്കും ഏതൊരു മനുഷ്യനും ഒരു കഴിവെങ്കിലും കൊടുക്കാതെ ദൈവം ഭൂമിയിൽ അയച്ചിട്ടില്ല. നിനക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവെന്തെന്ന് നീ കണ്ടെത്തി ആ കഴിവിനെ നീ അനുസരിച്ച് നീ പ്രവർത്തിക്കാൻ തയ്യാറാകും. ബാക്കി ശേഷിക്കുന്ന സകല കാര്യങ്ങളും, നിന്റെ എല്ലാ കാര്യങ്ങളും ഉയരത്തിലെ പിതാവിൻ്റെ കരങ്ങളിൽ നീ സമർപ്പിക്ക്. കർത്താവ് നിനക്ക് വേണ്ടി കരുതും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക കഴിവുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വളർത്തിയെടുക്കുക. നിങ്ങൾക്ക് കഴിവുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ പല കഴിവുകളും തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സ്വയം പറയുന്നു, ഞാനൊന്നിന് യോഗ്യനല്ല, എനിക്ക് സ്നേഹമില്ല, സ്നേഹിക്കേണ്ടവരെന്നെ തള്ളിക്കളഞ്ഞു, ചേർക്കേണ്ടവരെന്നെ ഉപേക്ഷിച്ചു, എനിക്ക് നിന്ദയാണ്. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് ഒത്തിരി കഴിവ് നിന്റെ ഉള്ളിലുണ്ട്. നീ അത് മനസ്സിലാക്കി അതിനെ പുറത്തെടുക്ക്. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ആ കഴിവിനെ നീ വളർത്തിയെടുക്ക്. ആത്മാവ് നിന്നെ സഹായിക്കും. അത് നിങ്ങളുടെ ജോലിക്കായിട്ടോ വ്യാപാര സഹായത്തിനായിട്ടോ നിന്റെ വിദ്യാഭ്യാസത്തിനായിട്ടോ ഏതു മേഖലയാണ് ദൈവം നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്, അതിനെ നീ പുറത്തെടുക്കുക. സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ, തലമുറകളെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, എല്ലാ മഹാന്മാരും എല്ലാ ധനവാന്മാരും വളരെ വിദ്യാഭ്യാസമുള്ളവരല്ല. മറിച്ച് ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ എൻ്റെ കർത്താവ്
വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജ്ഞാനം കുറവാണെങ്കിലും ഈ ഭൂമി മാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ ദൈവമാണ് ഉയർത്തുന്നത്. ദൈവവചനം പഠിപ്പിക്കുന്നു, ഉയർച്ച വരുന്നത് വടക്ക് നിന്നോ കിഴക്ക് നിന്നോ തെക്ക് നിന്നല്ല, ഉയരത്തിൽ നിന്നാണ്. അതിനാൽ നിങ്ങളുടെ മുമ്പിൽ സുന്ദരമായ ഒരു ഭാവി ഉണ്ടെന്ന് സംശയം കൂടാതെ നിങ്ങൾ വിശ്വസിക്കണം. മാതാപിതാക്കളുമായി നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഹൃദയം തുറന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളെ കൊണ്ടുചെന്ന് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ സംസാരിക്കണം. വീട്ടുകാരുമായുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും നിങ്ങൾ സംസാരിച്ചു പരിഹരിക്കപ്പെടണം. പരസ്പരം നിങ്ങൾ ക്ഷമിക്കണം, സ്നേഹിക്കണം. മനസ്സിൽ വേദന വെച്ചുകൊണ്ടിരിക്കരുത്. മനുഷ്യൻ ബലഹീനയാണ്. മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല, സ്നേഹിക്കാൻ കഴിയത്തില്ല. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ അവരോട് സംസാരിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, അന്ത്യകാലത്ത് മനുഷ്യർ വാത്സല്യമില്ലാത്തവരും, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഈ അന്ത്യകാല സമയം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി സ്നേഹിക്കാൻ കഴിയാത്ത ഒരു പേരൻസാണ് ആയിരിക്കുന്നത്. പക്ഷേ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറയെ നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളവരെ വാത്സല്യത്തോടെ സ്നേഹിക്കുക. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും മാതൃകയോടുകൂടി നിങ്ങളവരെ സ്നേഹിക്കുക. എന്നെ കേൾക്കുന്ന തലമുറയോട് പരിശുദ്ധാത്മ പറയുന്നു, ഒരൊറ്റ കാര്യം, ഒരൊറ്റ സ്നേഹം നീ ആഗ്രഹിക്കണം. ഈ ഭൂമിയിൽ ഒരപ്പൻ അമ്മ നമ്മൾ സ്നേഹിക്കുന്നവർ എത്ര സ്നേഹിച്ചാലും ആ സ്നേഹത്താൽ ഉപരിയായ ഒരു സ്നേഹം ഉയരത്തില് ദൈവത്തിൽ നിന്നുള്ള സ്നേഹമാണ്. അങ്ങനെ ഒരു സ്നേഹത്തിനായി നിന്റെ ഹൃദയത്തെ നീ സമർപ്പിക്കുക. പരാതികളെ കളയുക, വിഷമങ്ങളെ മാറ്റുക. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, നീ വിഷമിക്കേണ്ട. സ്വർഗത്തിലെ ഉടയവനായ ക്രിസ്തുവിൽ നീ ചേർന്നിരിക്കുക. അവൻ്റെ ശബ്ദം കേൾക്കുക. ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിന്നെ ഉയർത്തും. നിന്നെ ഉയർത്തുന്ന ദൈവമായ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നീ താണിരിക്കുക. നിനക്ക് ഉയർച്ച തന്നെ വരും. നീ പ്രതീക്ഷിക്കുന്ന മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ കൊണ്ടെത്തിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ തലമുറയെ, ഒരു നിമിഷം നിന്റെ ഹൃദയത്തിൽ യേശുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതമായി സ്വീകരിക്കുക. യേശു നിന്റെ രക്ഷകനാണ്. അവൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവിക സമാധാനവും സന്തോഷവും നിന്റെ ഹൃദയത്തിൽ പകർന്നു തരുന്നു. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നീ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ ശബ്ദം കേട്ട് സമർപ്പിക്കുന്നവർക്കായി ഞാൻ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. നീ ഏതെങ്കിലും ആരുടെയെങ്കിലും വാക്ക് നിമിത്തം, ഏതെങ്കിലും മാതാപിതാക്കളുടെ വാക്കുകളിൽ നിന്റെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുന്നുവോ, നിന്റെ ഹൃദയം പ്രയാസപ്പെട്ടിരിക്കുന്നു, എനിക്കാരുമില്ല എന്ന് നീ ചിന്തിക്കുന്നു, നീ ശൂന്യം അനുഭവിക്കുന്നുവോ, നീ ഏതെങ്കിലും മേഖലയിൽ തള്ളപ്പെട്ട ഒരു അനുഭവത്തിലാണോ, എന്നാൽ അവിടെ നിന്നെ ഇറങ്ങി വന്ന് സഹായിക്കുന്ന യേശുവിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിനക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന തലമുറകൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ഒറ്റപ്പെടലുകളും മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. ഇവരെ സ്നേഹിക്കുന്ന ഒരു കരം ഉയരത്തിലുണ്ടെന്നൊരു ഉറപ്പ് അവർക്ക് കൊടുത്താട്ടെ, പ്രത്യാശ കൊടുത്താട്ടെ. ഇവരെ ഭരിക്കുന്ന എല്ലാ ഭാരങ്ങളും മാറട്ടെ. ദൈവിക സമാധാനം, സ്വസ്ഥത ഈ തലമുറയെ ഞാൻ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പരിശുദ്ധ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഈ ശബ്ദത്തിലൂടെ ദൈവം നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ ആമേൻ, സ്തോത്രം. ആമേൻ. നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുവാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.